ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായ ജയസൂര്യയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുവാൻ പോകുന്നത്. 2 പതിറ്റാണ്ടിനപ്പുറമുള്ള തന്റെ സിനിമാ ജീവിതത്തിലൂടെ മലയാള സിനിമയിൽ ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് ജയസൂര്യ. ഒരു താരത്തിനപ്പുറം മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായ ജയസൂര്യയുടെ വിശേഷങ്ങളുമായുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ ഭാവരാഗ താളനാട്യ. പ്രേക്ഷകർക്ക് ഏതുതരം വേഷങ്ങളിലും പ്രതീക്ഷിക്കാവുന്ന ഒരു നടനാണ് ജയസൂര്യ. ഒരു പ്രത്യേകതരം വേഷങ്ങളിൽ മാത്രം താൻ ഒതുങ്ങിപ്പോകരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെയുള്ള ജയസൂര്യയുടെ കഠിന പ്രയത്നം തന്നെയാണ് അദ്ദേഹത്തെ ആ നിലയിലേക്ക് ഉയർത്തിയതും. ജയസൂര്യയുടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ നിരവധി ചിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയ ധാരാളം ചിത്രങ്ങളിലാണ് ജയസൂര്യ അഭിനയിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി മേക്കപ്പിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറാവുന്ന നടനാണ് ജയസൂര്യ. മലയാള സിനിമയിൽ രൂപമാറ്റങ്ങൾ കൊണ്ട് മലയാളികളെ ഞെട്ടിച്ചിട്ടുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. കഥാപാത്രത്തിൽ കൊണ്ടുവരുന്ന വ്യത്യസ്തതയോടൊപ്പം തന്നെ കഥാപരിസരങ്ങളിലുള്ള പുതുമയും ജയസൂര്യ എന്ന നടൻ ഉറപ്പുവരുത്താറുണ്ട്. എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? സിനിമയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കലാകാരനാണ് ജയസൂര്യ. പ്രേക്ഷകന്റെ ആസ്വാദന രീതിയിലും അഭിരുചിയിലും വരുന്ന മാറ്റങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജയസൂര്യ തന്റെ ഓരോ ചിത്രങ്ങളും തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല മലയാള സിനിമയിൽ ഏറ്റവും അധികം കഥകൾ കേൾക്കുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ. ഹലോ, എന്തൊക്കെ പോയെടുത്തുനിന്ന് ഓസിന് ആഹാരം കിട്ടിയില്ലല്ലേ? വെല്ലുവിളി പോലൊക്കെ പ്രഖ്യാപിച്ചിട്ടാണല്ലേ ഇറങ്ങിപ്പോയത്. ജോലി കിട്ടാതെ തിരിച്ചു വരില്ലെന്ന്. ആണുങ്ങളായ വാക്കിന് വില വേണം. അയ്യോ, പാലേ കുടിച്ചു. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ കൂടുതലും കോമഡി ചിത്രങ്ങളിലായിരുന്നു ജയസൂര്യ അഭിനയിച്ചിരുന്നത്. എന്നാൽ സിനിമയെയും തന്റെ കരിയറിനെയും ഗൗരവത്തോടു കൂടി കണ്ട ജയസൂര്യ തന്നിലെ നടന് വളർച്ചയും വികാസവും വേണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ തുടക്കം മുതൽ ആ സിനിമയുടെ വിജയത്തിനു വേണ്ടിയും ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും കഠിനമായി പ്രയത്നിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. അയ്യോ അല്ല സാർ, അങ്ങനെ ഒന്നും ഒളിക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. അധികം നീട്ടിക്കൊണ്ട് പോണ്ട. ജയസൂര്യയുടെ പല ചിത്രങ്ങളും കേരളത്തിന് പുറത്തേക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അന്യഭാഷാ ചിത്രങ്ങളിൽ അധികം അഭിനയിച്ചിട്ടില്ലാത്ത ജയസൂര്യയെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സിനിമാ ആസ്വാദകർ തിരിച്ചറിയുന്നുവെങ്കിൽ ഒരു നടനെന്ന നിലയിൽ ജയസൂര്യക്ക് ലഭിക്കാവുന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് അത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച മികച്ച പ്രകടനങ്ങളാണ് ജയസൂര്യ നമുക്കായി സമ്മാനിച്ചിട്ടുള്ളത്. എന്താണ് രണ്ടുപേരും കൂടി കൊണാപ്ലിക്കേഷൻ? മുങ്ങാനല്ല, അകത്തെ ബാത്റൂമിൽ വെള്ളമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് മറപ്പരയിൽ കുളിക്കാൻ. അത് വേണ്ട, ഞാൻ കോരി വെച്ച വെള്ളമാണ്. ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. ഒട്ടും സിനിമാ പാരമ്പര്യമില്ലാത്ത തികച്ചും സാധാരണമായൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ജയസൂര്യ. മറ്റാരുടെയും സഹായമില്ലാതെ സ്വപ്രയത്നത്താൽ വലിയ വിജയങ്ങൾ നേടിയ ഈ കലാകാരൻ മലയാളത്തിന് എന്നും അഭിമാനം തന്നെയാണ്. നമുക്ക് ഒരാഴ്ചത്തേക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? ഈ വീട്ടിൽ നിന്നും ഭാര്യമാരിൽ നിന്നും സകല ടെൻഷൻ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി അടിച്ചു വിളിക്കണം. മിമിക്രി ലോകത്തു നിന്നും സിനിമയിലേക്ക് എത്തി മുൻനിര നായകന്മാരായവരിൽ പ്രധാനിയാണ് ജയസൂര്യ. സിനിമയോടുള്ള അതിയായ ആവേശം തന്നെയാണ് ജയസൂര്യയെ മിമിക്രിയിലേക്ക് എത്തിച്ചതും. നിരവധി യാതനകളും കഠിന പ്രയത്നങ്ങളും ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ജയസൂര്യ എന്ന ഒരു ഭരതനാട്യ നർത്തകിക്ക് ഭാവത്തിനും നാട്യത്തിനും പുറമെ ഇത്രയും വേഗതയും രൂപഭംഗി ബുദ്ധിയും ഭ്രമരയും കൂടി വേണം. ഭ്രമരം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമയല്ലേ? അത് ഭ്രമരം, ഇത് ഭ്രമരി.
മലയാള ചലച്ചിത്ര അഭിനേതാവ്, നിർമ്മാതാവ്, ഗായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ജയസൂര്യ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെയാണ് ജയസൂര്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു മിമിക്രി കലാകാരനായിരുന്ന ജയസൂര്യയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറുകയായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്ക് ഐശ്വര്യം വേണ്ട. ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ഐശ്വര്യമുള്ളൂ, അത് നീയാ. സ്കൂൾ പഠനകാലത്തും കോളേജ് പഠനകാലത്തും കലാപ്രവർത്തനങ്ങളിലായിരുന്നു ജയസൂര്യക്ക് താല്പര്യം. അന്നു മുതൽ തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ജയസൂര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ബികോം പഠനത്തിന് ശേഷം സിനിമയാണ് തൻ്റെ മേഖല എന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ തികച്ചും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നെത്തിയ ജയസൂര്യയെ സിനിമയിൽ സഹായിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസരങ്ങൾ തേടി ഇറങ്ങുകയായിരുന്നു ജയസൂര്യ എന്ന വ്യക്തി. അല്ല, എന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്കറിയാം. ചെല്ല്, കാശൊന്നും വേണ്ട, ഫ്രീ ചെല്ല്. സിനിമയിലേക്ക് എത്തിപ്പെടുന്നതിനായി സ്വാഭാവികമായും മറ്റു നിരവധി കലാകാരന്മാരെ പോലെ തന്നെ ജയസൂര്യ തിരഞ്ഞെടുത്ത വഴിയും മിമിക്രി ആയിരുന്നു. നിരവധി മിമിക്രി ട്രൂപ്പുകൾ സജീവമായിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരു അവസരത്തിന് വേണ്ടി ജയസൂര്യ നിരവധി മിമിക്രി ട്രൂപ്പുകളിൽ കയറിയിറങ്ങി. ഒടുവിൽ പ്രശസ്ത മിമിക്രി താരവും സിനിമാ താരവുമായ കോട്ടയം നസീറിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ ഡിസ്കവറിയിലാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. മിമിക്രിയിൽ കോട്ടയം നസീറിന്റെ ഒരു ആരാധകനായിരുന്നു ജയസൂര്യ. നിരവധി താരങ്ങളെ അനുകരിക്കുന്ന കോട്ടയം നസീറിന് ജയസൂര്യയിൽ മതിപ്പ് തോന്നാൻ കാരണമായത് ദിലീപിനെ അനുകരിച്ചപ്പോഴാണ്. സല്ലാപം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയം അതിലെ ദിലീപിനെയാണ് ജയസൂര്യ കോട്ടയം നസീറിന് മുൻപിൽ അവതരിപ്പിച്ചത്. ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും എന്തുകൊണ്ടും ദിലീപിനെ അനുകരിക്കുവാൻ യോഗ്യനാണെന്ന് കോട്ടയം നസീറിന് ബോധ്യമായി. ഏതാനും ചില താരങ്ങളെ കൂടെ അനുകരിപ്പിച്ച് നോക്കിയതിനു ശേഷം കോട്ടയം നസീർ ജയസൂര്യയെ തന്റെ ട്രൂപ്പിലെ ഒരു സ്ഥിര അംഗമാക്കി മാറ്റുകയായിരുന്നു. എടാ, പെണ്ണുങ്ങൾക്ക് മൈക്കിൾ എന്ന് പേരിടും. പിന്നെ മൈക്കിളിന്റെ ഭാര്യ മിസ്സസ് മൈക്കിൾ. ഇവൾ എന്റെ പെണ്ണാണെന്ന്. കൊള്ളാം, നല്ല കൊച്ചാ. ബെസ്റ്റ്. ഏതാണ്ട് 3 വർഷത്തോളമാണ് ജയസൂര്യ കോട്ടയം നസീറിന്റെ മിമിക്രി ട്രൂപ്പിൽ ജോലി ചെയ്തിരുന്നത്. അക്കാലത്ത് എന്ത് കഷ്ടതകൾ സഹിച്ചും ട്രൂപ്പിന്റെയും പ്രോഗ്രാമിന്റെയും വിജയത്തിനു വേണ്ടി കൂടെ നിന്നിരുന്ന ജയസൂര്യയെ കോട്ടയം നസീർ ഇന്നും ഓർക്കാറുണ്ട്. സിനിമയിൽ നായകനായതിനു ശേഷവും കോട്ടയം നസീർ എന്ന വലിയ കലാകാരനോട് ജയസൂര്യയ്ക്ക് ഇന്നും അതേ സ്നേഹവും ബഹുമാനവുമുണ്ട്. എന്നാൽ ജയസൂര്യ ഒരിക്കൽ തന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു എന്നാണ് കോട്ടയം നസീർ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാറുള്ളത്. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്. 1836. അത് സൈസാണ് വീടിന്റെ വിസ്തീർണം. നിരവധി കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും നടുവിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിയ ജയസൂര്യ എന്ന കലാകാരൻ തന്റെ കരിയറിൽ നിരവധി തിരിച്ചടികൾ ഉണ്ടായപ്പോഴും തളരാതെ മുന്നേറി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന പഴഞ്ചൊല്ല് ജയസൂര്യയുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. എല്ലാ പാണ്ടികളും പോയാ? സകല പാണ്ടികളും പോയി. ഒരീച്ച പോലും ഇനി ബാക്കിയില്ല. അവനെ തുണിമണി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുള്ളൂ. അഭിനയ പാടവം കൊണ്ടും താരപ്രഭാവം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നിരവധി താരങ്ങളാണ് മലയാള സിനിമയിലുള്ളത്. തന്റെ സിനിമയിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും നൽകണമെന്ന് വിചാരിക്കുന്ന നടന്മാർ വളരെ കുറവാണ്. അക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തനാണ് ജയസൂര്യ. സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി ചിത്രങ്ങളാണ് ജയസൂര്യയുടേതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാൻ മുൻഷി ശങ്കര പിള്ളേട്ടന്റെ അല്ല സാറിന്റെ മോൻ കൃഷ്ണൻകുട്ടിയാണ്. ഓ, അപ്പൊ എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലെ? പക്ഷെ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ചുമതല തന്റെ ആസ്വാദകരെ ആനന്ദിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി തന്റെ പ്രകടനം പരമാവധി നന്നാക്കുക എന്നതാണ് ആ കലാകാരൻ ചെയ്യേണ്ടത്. എന്നാൽ ജയസൂര്യ എന്ന നടൻ തന്റെ ചുറ്റുപാടുകളെയും നന്നായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും സിനിമയിലൂടെയും അദ്ദേഹം അറിയിക്കാറുമുണ്ട്. സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ചിത്രങ്ങൾ ധൈര്യത്തോടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു നടൻ കൂടിയാണ് ജയസൂര്യ. ആ ബില്ല് നീയാണോ കൊടുക്കണേ? അപ്പൊ ചേട്ടാ ഒരു മീൻ വറുത്തം കൂടി കുറച്ച് സവാളയും കൂടി വെച്ചോട്ടോ. മെഡിക്കൽ രംഗത്തെ തട്ടിപ്പുകൾ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ആ വിഷയത്തെപ്പറ്റി ഉറക്കെ സംസാരിച്ച ഒരു ചിത്രമായിരുന്നു അപ്പോത്തിക്കിരി.
വാണിജ്യ വിജയം ഉറപ്പില്ലായിരുന്ന ഒരു ചിത്രമായിരുന്നിട്ട് കൂടിയും അതിലെ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രധാന കഥാപാത്രം ജയസൂര്യ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ ജയസൂര്യ എന്ന നടന്റെ കരിയറിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ് വെള്ളം. മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരാളുടെ ജീവിതത്തിന്റെ തകർച്ചയും ഒടുവിൽ മദ്യപാനം ഒഴിവാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് വന്നുകൂടിയ നേട്ടങ്ങളുമാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വക. കുടിച്ചോ? എന്തിനാ? ചുമ്മാ. ആണോ? എന്റെ തിരക്കഥ വായിച്ചാണോ അല്ലേ? കേരളത്തിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സത്യന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ജയസൂര്യ നായകനായ ക്യാപ്റ്റൻ എന്ന ചിത്രം കേരളത്തിന്റെ കായിക മേഖലയിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിരുന്നു. സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്ത സിനിമയായിരുന്നു ഞാൻ മേരിക്കുട്ടി. ചിത്രത്തിൽ മേരിക്കുട്ടിയായുള്ള ജയസൂര്യയുടെ പ്രകടനം വളരെയധികം പ്രശംസ ഏറ്റുവാങ്ങി. എന്തേ? അച്ഛൻ വരാൻ പറഞ്ഞിരുന്നു വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞായിരുന്നു. ഈ ചുറ്റുവട്ടത്ത് ആ കൂടെയുള്ള ഒരു എഫ് അച്ഛൻ ഇനി ഇതുകൂടെ പൂട്ടിക്കോ? അത് അച്ഛനോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? പൊതുവെ സിനിമാ താരങ്ങൾ പലപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണെന്നാണ് ധാരണ. എന്നാൽ തന്റെ സിനിമകളിലൂടെ മാത്രമല്ല പൊതുവേദികളിലും തന്റെ അഭിപ്രായം തുറന്നു പറയുവാൻ മടിയില്ലാത്ത ഒരു നടനാണ് ജയസൂര്യ. ഒരിക്കൽ പൊട്ടിപ്പൊളഞ്ഞു കിടന്ന റോഡ് നേരെയാക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളോടൊപ്പം അദ്ദേഹം റോട്ടിലിറങ്ങി വ്യത്യസ്തനായി. മറ്റൊരിക്കൽ കൃഷിമന്ത്രി വേദിയിലിരിക്കെ തന്നെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ജയസൂര്യ വാചാലനായപ്പോൾ കേരളക്കരയാകെ ആ പ്രസംഗം ചർച്ചയായി മാറുകയായിരുന്നു. വീടിന് തീ പിടിക്കൂ? എനിക്ക് പിന്നെ ഹൗസ് വാമിങ്ങിനെ പിടിക്കേണ്ടതായിരുന്നു. എടാ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ ജീവിക്കാൻ വേണ്ടി പൂജിക്കുന്നോ അതോ പൂജിക്കാൻ വേണ്ടി ജീവിക്കുന്നോ? 24 മണിക്കൂർ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ. നീ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിലുള്ള മനുഷ്യ വികാരങ്ങളൊക്കെ ഒക്കെ പൂജയ്ക്ക് വെച്ചേക്കല്ലേ? സമൂഹത്തിനെയും ജനങ്ങളെയും ശ്രദ്ധിക്കുകയും സാധാരണ ജീവിതങ്ങളെ പഠിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരന് മാത്രമേ മികച്ച കലാസൃഷ്ടി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു മികച്ച ഉദാഹരണം തന്നെയാണ് ജയസൂര്യ. ഏതൊരു സാധാരണക്കാരനെ പോലെയും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ജയസൂര്യയ്ക്ക് തന്റെ കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിനോട് സംവദിക്കുവാൻ സാധിക്കാറുണ്ട്. ഓ, മേരിക്കുട്ടി ഫെമിനിസ്റ്റ് ആണോ? നോ സർ, ഐ ആം എ ഹ്യൂമനിസ്റ്റ്. ഒരു ചലച്ചിത്ര നടന് സമൂഹത്തെ വിവിധ രീതികളിലൂടെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ച നടനാണ് ജയസൂര്യ. ഷിബുവിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടി. സിനിമയിൽ താരമാകുന്നതിന് മുൻപ് മിമിക്രിയിലായിരുന്ന ജയസൂര്യയ്ക്ക് മിമിക്രി ലോകത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത് കോട്ടയം നസീറാണ്. ആദ്യമായി ജയസൂര്യയെ കണ്ടപ്പോൾ കോട്ടയം നസീർ വിചാരിച്ചിരുന്നത് ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകും എന്നായിരുന്നു. എന്നാൽ കോട്ടയം നസീറിന്റെ ആ കണക്കുകൂട്ടലുകൾക്ക് മുകളിലാണ് ജയസൂര്യ എന്ന നടൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എനിക്കൊരു ജലദോഷം പോലും ഇല്ല അണ്ണാച്ചി. ഞാനിവിടെ ബിൽസിലൈൻ ദ ജംഗിൾ എന്നുള്ള ആൽബത്തിന്റെ ലൊക്കേഷൻ കണ്ടിന് വേണ്ടി വന്നതാ. ജയസൂര്യ നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമ കോമഡിക്കും ഏറെ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. ഈ ചിത്രത്തിന്റെ വൻ വിജയത്തിനു ശേഷം ജയസൂര്യയെ തേടി നിരവധി അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. കൂടുതലും കോമഡി ചിത്രങ്ങൾ തന്നെയായിരുന്നു. ജയസൂര്യ മിമിക്രിയിൽ നിന്നും വന്ന കലാകാരനായിരുന്നു എന്നതും അതിനൊരു കാരണമായി. എന്നാൽ കോമഡി പടങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ തന്റെ കരിയർ ബോധപൂർവം വൈവിധ്യമാർന്ന ശ്രമത്തിലൂടെ അദ്ദേഹം വിജയങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്തു. ഞാനെന്ന് ഇറങ്ങട്ടെ പാപ്പ, ഇതവക്ക് ഭയങ്കര ഇഷ്ടാവും. സർപ്രൈസ് അല്ലേ? ഫ്ലൈറ്റിലൊക്കെ പിടിച്ചിരുന്ന രണ്ടാളും. ജയസൂര്യ എന്ന നടന്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ അതിന് 3ആയി ഭാഗിക്കുവാൻ സാധിക്കും. അതിന്റെ ആദ്യ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ കോമഡിയും റൊമാൻസുമുള്ള ചിത്രങ്ങളായിരുന്നു കൂടുതലും ജയസൂര്യ അഭിനയിച്ചിരുന്നത്. ചോക്ലേറ്റ്, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, സ്വപ്നക്കൂട്, ക്ലാസ്മേറ്റ്സ് എന്നീ ചിത്രങ്ങളെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ജനപ്രീതിക്കൊപ്പം തന്നെ വാണിജ്യ വിജയങ്ങൾ നേടിയ ചിത്രം കൂടിയായിരുന്നു ഇതെല്ലാം. ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന അക്കരക്കാവില് വിശേഷാണേ, അങ്ങോട്ട് കൊണ്ടുപോവുക. വലിയ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പേരേ ഉള്ളൂ. അമ്പലത്തിലൊന്നും ഇപ്പൊ ആർക്കും ശ്രദ്ധയില്ലാണ്ടായിരിക്കണു. 2010 മുതലുള്ള കാലഘട്ടമായിരുന്നു ജയസൂര്യയുടെ കരിയറിലെ 2ാം ഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നത്. അല്പം ഗൗരവമേറിയതും പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുമുള്ള കഥാപാത്രങ്ങളായിരുന്നു ജയസൂര്യ ബോധപൂർവം 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരുന്നത്. ഒരു നടനെന്ന നിലയിൽ സ്വയം മാറ്റങ്ങൾ വരുത്തുവാനും ജയസൂര്യ ശ്രദ്ധിച്ചിരുന്നു. 2019 പുറത്തിറങ്ങിയ കോക്ടെയിൽ എന്ന സിനിമയിലൂടെയാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത്.
പിന്നീട് ജനപ്രിയൻ, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, മുംബൈ പോലീസ്, ഫിലിപ്പ് ആൻഡ് ദ മങ്കിപ്പെൻ, ഇയോബിന്റെ പുസ്തകം, പുണ്യാളൻ, അഗർബത്തീസ് എന്നീ ചിത്രങ്ങളെല്ലാം ഈ നിരയിലേക്ക് ചേർത്തു. ഒരു സ്വയം ഉടച്ചുവാർക്കലിനോടൊപ്പം തന്നെ ജയസൂര്യ എന്ന നടന്റെ താരമൂല്യവും ഇതിനോടൊപ്പം വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. നോക്കുന്നുണ്ട്, കൺസേൺഡ് ഓഫീസർ ഒരാഴ്ചത്തെ ലീവാണ്. ഇതാണ് ഈ ബ്യൂറോക്രസിയുടെ കുഴപ്പം. എന്തെങ്കിലും ഒരു വഴി കാണും, നമുക്ക് നോക്കാം. 2015 മുതലാണ് ജയസൂര്യയുടെ കരിയറിലെ 3-ാം ഘട്ടം ആരംഭിക്കുന്നത്. തന്നിലെ നടനെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ജയസൂര്യ ഈ കാലഘട്ടത്തിൽ ബോധപൂർവം തിരഞ്ഞെടുത്തത്. കുംഭസാരം, ലുക്ക ചുപ്പി, സൂസു സുദീവാത്മീകം, വെള്ളം, പ്രേതം, ക്യാപ്റ്റൻ, ഞാൻ, മേരിക്കുട്ടി എന്നീ സിനിമകളെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ ചിത്രങ്ങളിലൂടെയുള്ള പ്രകടനങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങുവാൻ ജയസൂര്യയ്ക്ക് സാധിച്ചു. ഈ സിനിമകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആടൊരു ഭീകരജീവിയാണ്, അമർ അക്ബർ, അന്തോണി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങളിൽ അഭിനയിക്കുവാനും വാണിജ്യ വിജയം നേടുവാനും ജയസൂര്യയ്ക്ക് സാധിച്ചു. ഡെന്നിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? വെല്ലുവിളികൾ നിറഞ്ഞ സിനിമകളും കഥാപാത്രങ്ങളും ജയസൂര്യയ്ക്ക് എന്നും ഹരം തന്നെയാണ്. കഥാപാത്രത്തിന്റെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുവാൻ പോലും ജയസൂര്യയ്ക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ കമലഹാസൻ എന്നാണ് ജയസൂര്യയെ വിശേഷിപ്പിക്കാറും. ഈ കീഴ്വഴക്കം എന്ന് പറയണതേ മാറ്റാനുള്ളതാ. സിനിമയോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥതയും അഭിനിവേശവും ജയസൂര്യയെ കൊണ്ടെത്തിക്കുന്നത് വളരെ വലിയ ഉയരങ്ങളിൽ തന്നെയാണ്. മലയാള നടന്മാരിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ ഏറ്റവും കുറച്ച് മാത്രം അഭിനയിച്ചിട്ടുള്ള നടനാണ് ജയസൂര്യ. എന്നാൽ ജയസൂര്യ ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു നടനാണ്. അഭിനയത്തിലുള്ള അദ്ദേഹത്തിന്റെ മികവ് തന്നെയാണ് ഇതിനുള്ള കാരണവും. നടന്നു നടന്ന് താടി വളർന്നു, അല്ല വാടി തളർന്നു. വണ്ടിയുടെ ശബ്ദം. അന്യഭാഷകളിൽ അധികം അഭിനയിക്കാത്ത നടനാണ് ജയസൂര്യ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രത്തിൽ ജയസൂര്യ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ആരെയും കൊതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സാക്ഷാൽ കമലഹാസനോടൊപ്പമായിരുന്നു ജയസൂര്യയ്ക്ക് അഭിനയിക്കുവാൻ അവസരം ലഭിച്ചത്. മുന്നാബായ് MBBS എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കായ വസൂൽ രാജ MBBS എന്ന തമിഴ് ചിത്രത്തിലാണ് കമലഹാസനോടൊപ്പം ജയസൂര്യ അഭിനയിച്ചത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം കമലഹാസൻ മലയാളത്തിൽ അഭിനയിച്ചത് ജയസൂര്യ നായകനായ ചിത്രത്തിലാണ് എന്നുള്ളത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ജയസൂര്യ, ജയറാം, കുഞ്ചാക്കോ ബോബൻ എന്നിവർ നായകന്മാരായ 4 ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലാണ് കമലഹാസൻ അതിഥി വേഷത്തിൽ അഭിനയിച്ചത്. രാമനും ജോഫിനും അവിടെ എന്താ പരിപാടി? പല സൂപ്പർ താരങ്ങളും ഉപേക്ഷിക്കുന്ന ചില ചിത്രങ്ങളിലൂടെ പുതിയ നടന്മാർ സിനിമയിൽ വിജയം കണ്ടെത്താറുണ്ട്. ജയസൂര്യയുടെ കരിയറിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ജനപ്രിയ നടൻ ദിലീപ് ഉപേക്ഷിച്ച പല ചിത്രങ്ങളും ജയസൂര്യയുടെ കരിയറിൽ പിന്നീട് ഗുണകരമായി തീരുകയായിരുന്നു. ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം എന്നീ ചിത്രങ്ങൾ ദിലീപ് ഉപേക്ഷിച്ചതിന് ശേഷം ജയസൂര്യയിലേക്ക് എത്തിയവയായിരുന്നു. ഈ 2 ചിത്രങ്ങളുടെ വിജയവും ജയസൂര്യയുടെ കരിയറിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. എന്ത് രസമായിട്ടാ പോയാ നീ പാടണേ? പാട്ട് പഠിച്ചെന്താ നീ? യാത്രയൊക്കെ സുഖായാ? എന്തൊരു സുഖം മുതലാളി, ഫുഡ് കൂടി ടച്ച് ചെയ്തിട്ടില്ലേ? ഫുഡ് മേടിച്ചു കൊടുത്തില്ല എന്റെ അപ്പനെ നീ? അതൊന്നും സാരില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. സിനിമയിൽ എത്തുന്നതിന് മുൻപ് പല സീരിയലുകളിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജയസൂര്യ ജോലി ചെയ്തിട്ടുണ്ട്. താൻ നായകനായ ആദ്യ ചിത്രമായ ഊമപ്പെണ്ണുരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലെ നായകൻ ഊമയായതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിനല്ലെങ്കിൽ പോലും സിനിമയിലെ മറ്റു ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകുവാൻ ജയസൂര്യയ്ക്ക് സാധിച്ചു. പക്ഷേ സിനിമ ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. റെഡി സാർ, ടേക്ക്. അല്ല സാർ, റെഡിയല്ലേ? എനിക്ക് എന്റെ പഞ്ഞി കാണുന്നില്ല. ചേച്ചി എടുത്ത എന്റെ പഞ്ഞി. ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ചാവും? 2013 ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് ചുവടുമാറിയ ജയസൂര്യ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിൽ അഭിനയിക്കുകയും ആ ചിത്രം നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ ആദ്യ നിർമ്മാണ ചിത്രം മലയാള സിനിമയുടെ അരങ്ങിലെത്തിച്ചു. 2018 രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിൽ ജയസൂര്യ ട്രാൻസ്ജെൻഡറായി അഭിനയിച്ചു. നിരവധി ആരാധക പ്രശംസയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിൽ 2018 തന്നെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജയസൂര്യയെ തേടിയെത്തി. ജയസൂര്യയുടേതായി 6 ചിത്രങ്ങളാണ് ഇതുവരെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. എന്നെ കല്യാണം കഴിക്കാമോ? അത് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, പക്ഷെ സെക്ഷലി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മതി, എനിക്കത് മാത്രം മതി.
പക്ഷെ ആ ടൈം പാസിന് എനിക്ക് സമയമില്ല. മേലിൽ ഈ വർത്തമാനം പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. അഭിനയത്തിനും നിർമ്മാണത്തിനും പുറമെ പിന്നണി ഗാനരംഗത്തും കഴിവ് തെളിയിച്ച പ്രതിഭയാണ് ജയസൂര്യ. തന്റെ ആദ്യ നിർമ്മാണ സംരംഭമായ പുണ്യാൾ നഗർബത്തീസ് എന്ന ചിത്രത്തിലാണ് ജയസൂര്യ ആദ്യമായി ഗാനം ആലപിക്കുന്നത്. തന്റെ ആദ്യ ഗാനം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുകയും ചെയ്തു. പൃഥ്വിരാജ് നായകനായ പാവാട എന്ന ചിത്രത്തിൽ ഉൾപ്പെടെ ഏകദേശം 8ഓളം സിനിമയിലാണ് ജയസൂര്യ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. എന്നാലും അയാളുടെ കാല് പിടിക്കണ്ടായിരുന്നു ജോയേട്ടാ. 3 മാസത്തെ ടൈം കിട്ടിയില്ലടാ. അപ്പനെ അമ്മനെ അവരെ വാടക കിട്ടും, പക്ഷെ ടൈം അത് വാടക കിട്ടില്ലട്ടാ. സോ വി ഹാവ് ടു യൂസ് ദ ടൈം വൈസ്ലി. മനസ്സിലായാ? അപ്പൊ ജോയേട്ടാ അടുത്ത കുറിച്ച്. ഫാഷൻ ഡിസൈനറായ സരിതയാണ് ജയസൂര്യയുടെ ഭാര്യ. അദ്വൈത്, വേദ എന്നിവരാണ് ഇരുവരുടെയും മക്കൾ. കടമറ്റത്ത് കത്തനാരുടെ കഥ പറയുന്ന കത്തനാരാണ് ജയസൂര്യയുടേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് കത്തനാർ. ഈ സിനിമയിലൂടെ ഒരു മികച്ച ദൃശ്യാനുഭവത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ഇതോടുകൂടി ജയസൂര്യയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ താരത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.